ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ മാസത്തെയും പോലെ ഇത്തവണയും ഗുരുവായൂർ പോയി. ഇന്നലെയാണ് ഗുരുവായൂർ പോയത്. ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി നേരത്തെ ട്രെയിൻ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ഷോർട്ട് ഇടാം, വെറുതെ സ്റ്റോറിയൊക്കെ ഇടാമെന്നൊക്കെ പറഞ്ഞൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ അനിയത്തി അവളുടെ മോനെയും കൊണ്ടും ഞാൻ എൻ്റെ മോനെയും കൊണ്ടുമാണ് പോയത്. കഴിഞ്ഞിന് ഞാൻ എൻ്റെ മോനുമായിട്ട് തന്നെ പോയാൽ അങ്ങനെ. അപ്പോൾ അവൾക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് അവൻ ട്രെയിൻ യാത്ര. അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള പാടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു 6:30 ട്രെയിനൊക്കെ കഴിഞ്ഞ് 10:00 നമ്മൾ നേരെ തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് പിന്നെ നേരെ ഗുരുവായൂർക്ക് ട്രെയിനുണ്ട്. പിന്നെ അത് 11:30 എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് വടയൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് റെഡി ആവുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് കാപ്പി രാവിലെ കൊണ്ടുവന്നതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് ട്രെയിനിൽ വെച്ച് തന്നെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഗുരുവായൂർക്ക് വെച്ച് പിടിക്കാൻ ട്രെയിനിൽ. അതിനിടയിൽ എൻ്റെ മോൻ അമ്മേനെ ഇങ്ങനെ വെറുതെ ശല്യം ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താണ് നോക്കാൻ നല്ല പാടാണ്. ഈ 2 കൊച്ചുങ്ങളെയും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവിടെ എത്തിച്ചെന്നായിരുന്നു നല്ലതായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി വനിതാ ഡോമറ്ററി റൂം കിട്ടും. അവിടെ പോയി അവിടെ റൂം എടുക്കുന്നതിന് 2 പേർക്ക് 315 രൂപയായി 6 മണിക്കൂറത്തേക്ക്. അങ്ങനെ അവിടെ പോയി റൂമൊക്കെ എടുക്കുന്നുണ്ട്. ഇവർ വാഷ്റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അവർ അപ്പടി വാഷ്റൂമിൽ പോയിട്ട് നേരെ തൊഴുവാൻ പോയി. വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി അപ്പടി തൊഴുവാൻ പോയി. നമ്മൾ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 4 മണിക്ക് പോയുള്ളൂ തൊഴുവാൻ. അതുകൊണ്ട് 12:30 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ നേരെ ഞാൻ രണ്ടുപേരെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് ഡോമറ്ററി റൂമിലെ ബെഡിൻ്റെ രീതി എന്ന് വെച്ചാൽ മുകളിലൊന്ന് താഴെ ഒന്ന് അങ്ങനത്തെ രീതിയാണ്. തല തട്ടും, കയറി ഇരിക്കാൻ പാടാണ് ഒരാൾക്ക്. പിന്നെ നേരെ ഞങ്ങൾ അപ്പോഴേക്ക് വിശന്ന് ഞാൻ പോയി നേരെ ഡ്രസ്സൊക്കെ മാറ്റി പുറമൊക്കെ കഴുകി. അവൾ ഡ്രസ്സൊന്നും മാറ്റിയില്ല. അവൾ പറഞ്ഞ് മോനുള്ളതുകൊണ്ട് പുറത്ത് വീണ്ടും അടുക്കാവും. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കുന്നുണ്ട്. ഞാനും മോനും ഒക്കെ ചോറ് കഴിച്ചു. മോന് ചപ്പാത്തി മതിയെന്ന് ചപ്പാത്തി കഴിച്ച് നേരെ അമ്മാമ്മേനെയൊക്കെ കൂട്ടി നേരെ പോകുന്നുണ്ട്. മുകളിലെ റൂമിൽ പോയി. മോൻ പിന്നെ ടാബിൽ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ട് കിടന്നിട്ട് റെസ്റ്റൊക്കെ എടുത്ത് അവൾ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവളുടെ മോൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ തൊഴുവാൻ നിന്ന സമയത്ത് അവർ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി ചെല്ലുന്നുണ്ട്. പിന്നെ കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിലും മലരും ഒക്കെ കൊടുക്കുമെന്ന് അറിയത്തില്ലേ, അതൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോണൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഗുരുവായൂർ അമ്പലത്തിലോട്ട് കയറുന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതെടുത്തായിരുന്നു. പക്ഷേ അങ്ങോട്ട് നടന്നില്ല, നന്നായിട്ട് പാളിപ്പോയി. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആളുകളെ കാണുമ്പോൾ നാണക്കേടാണ്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞാനും ചേച്ചിയും കൂടെ നേരെ നമ്മുടെ ഈ കടവീത പപ്പടമാണ് കേട്ടോ, ചപ്പാത്തിയല്ലേ പപ്പടം, ഏറ്റവും വലിയ പപ്പടം 3-4 കവർ ചേച്ചി എടുക്കുന്നുണ്ട്. ചേച്ചിയുടെ മെഡിക്കൽ ഷോപ്പിലുള്ള ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ നേരെ ലിഫ്റ്റ് കയറിയപ്പോൾ നല്ല മിറർ, അങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ റൂമിലോട്ട് പോയി. റൂമിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആഹാരങ്ങളൊന്നും അത്ര പിടിക്കുന്നില്ല. ഇപ്പോൾ പുറത്തും കൂടെ ആയതുകൊണ്ടാണ്. സത്യം പറയാലോ, ഒരുപാട് പാടുപെടുത്ത ഇത്രയും നല്ല മനുഷ്യരെ കാണാൻ പറ്റിയത് ഒരുപാട് നല്ല കാര്യമാണ്. കാരണം ഏതെല്ലാം കടകളിൽ പോയിട്ട് ഒത്തിരി ഒന്ന് കുറുക്ക് തരത്തില്ല, ഇല്ല ഇവിടെ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ആ മോനാണ് ഒന്നും കഴിച്ചിട്ടില്ല. ആകെ അവന് ഈ കുറുക്കാണ് കൊടുക്കാൻ ഉള്ളൊരിത്. ഈ കടയിലുള്ള, അതായത് കുടുംബശ്രീയുടെ അടുത്തുള്ളതാണ് ഈ കടയിൽ. ആ കടയിൽ ദോശ ചുടുന്ന ആ കല്ലിൽ വെച്ചാണ് അവർ വെള്ളം ഒഴിച്ച് ഇതാക്കി ആ പാപ്പ തിളപ്പിച്ച് കൊടുത്തിട്ട് അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി. ഞങ്ങൾ AC ആണ് ബുക്ക് ചെയ്തത്, സ്ലീപ്പർ AC ആണ്. അതിനേക്കാളിലും വലിയ ദുരന്തമായിരുന്നു. ഒന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ലാണ്ട് ഞാനാണ് കുനിഞ്ഞിരുന്നാണ് ആ വീഡിയോ എടുക്കുന്നത്. ആ ചേച്ചിക്ക് ഇനി അതിൻ്റെ മണ്ടയിൽ കാരണം 3 തട്ടാണ്, ഏറ്റവും താഴെ, പിന്നെ ഒന്ന് മിഡിലായിട്ട്, പിന്നെ ഒന്ന് ഏറ്റവും മുകളിലായിട്ട്. ഞാൻ മിഡിലായിരുന്നു. വലിയ കഷ്ടപ്പെട്ടാണ് കയറിയത്. എങ്ങനെയൊക്കെ കയറി എന്താണ് നമ്മുടെ വർക്കല എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വർക്കല ഉത്സവമാണ്. ഇന്ന് നൈറ്റ് 1 മണിയൊക്കെ ആറാട്ട് വരും. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ബഹളങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.